പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷന് വേണ്ടിയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഒഴിവരുന്ന സീറ്റുകൾ ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് തന്നെ ഒട്ടേറെ വിദ്യാർത്ഥികൾ അതിൽ പരാതികളുമായി എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രഹസ്യമായിട്ട് അന്വേഷിച്ച സമയത്ത് കോളേജുകൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് ഞാൻ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അന്ന് പരിശോധിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ് വീണ്ടും പരിശോധിച്ചു നോക്കി. അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുന്നു. വിദ്യാർത്ഥികൾക്ക് വേറെ ലഭിച്ചിരുന്നു, അപ്പോൾ മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് റാങ്ക് ലിസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ, നിങ്ങളിൽ മാറിയിട്ടില്ലെങ്കിൽ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ അടുത്ത ദിവസം മുതൽ കോളേജുകൾക്ക് തുടങ്ങാവുന്നതാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ പരാതികളൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വന്ന സമയത്ത് അഡ്മിഷൻ തുടങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ഇനി കോളേജുകൾ അഡ്മിഷൻ നടപടികൾ തുടങ്ങും. ഇനിയുള്ള ഇതിലെ സീറ്റുകൾക്കുള്ള അഡ്മിഷൻ നടക്കുക ഈ റാങ്ക് ലിസ്റ്റ് എന്നായിരിക്കും. ഈ റാങ്ക് ലിസ്റ്റിൽ ഒഴിവ് വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉള്ള എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ട് ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കായിരിക്കും ഇനി ലേറ്റ് രജിസ്ട്രേഷൻ അടുത്ത ദിവസമൊക്കെ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഇന്ന് തുടങ്ങിയതായിട്ട് കണ്ടിട്ടില്ല. ലേറ്റ് രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ പിന്നീടായിരിക്കും ഇപ്പം നിലവിലുള്ള പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് എന്നുള്ള എല്ലാവരുടെയും അഡ്മിഷന് വിളിച്ചതിന് ശേഷമായിരിക്കും അവരെ വിളിക്കുക. ഇനി വേറൊരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റോ വേറൊരു അലോട്ട്മെന്റോ ഒന്നും വരാനില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.